ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് കോൺ ഢോക്ലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ആണെങ്കിൽ ലഞ്ച് ബോക്സിലാണെങ്കിൽ നമുക്ക് കൊടുത്തുവിടാൻ പറ്റി നല്ല ഹെൽത്തി റെസിപ്പി അത്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മതി. നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്കാണെങ്കിൽ വയർ ഫുള്ളായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് ഇതിൻ്റെ കുരുവൊക്കെ സ്വീറ്റ് കോണിൻ്റെ അരിയെല്ലാം നമുക്കിത് ഇതുപോലെ പിച്ചാത്തിയും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ പിച്ചാത്തി കൊണ്ട് നമ്മൾ ഇതുപോലെ ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് നമുക്ക് എത്ര എരിവ് കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിൻ്റെയും ഉപ്പിൻ്റെയും കണക്ക് എല്ലാവരും ടേസ്റ്റ് അനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ സ്വീറ്റ് കോൺ നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സ്വീറ്റ് കോണിനകത്ത് ഓൾമോസ്റ്റ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അധികം ഉള്ളത് കാരണം വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. ഇച്ചിരി തരിയുള്ള രീതിയിൽ വേണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. പിന്നെ ഒത്തിരി മുഴുവനായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ അതൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 കപ്പ് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉപ്പുമാനൊക്കെ ഉപയോഗിക്കത്തില്ല. ആ റവ ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കാണെങ്കിൽ പുളിയുള്ള തൈര് ഒരു 1/2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1.5 കപ്പിൻ്റെ വെള്ളത്തിന് എല്ലാവരുടെയും റവയുടെ ഇതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് 2 കപ്പിൻ്റെ ആവശ്യം വരും, ചിലർക്ക് 1 കപ്പിൻ്റെ ആവശ്യം. എല്ലാവരും സ്വീറ്റ് കോണിനകത്തും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നോക്കി സൂക്ഷിച്ച് വേണേ. ഇട്ടോടെ തൈര് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് കോണിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി അത് റെസ്റ്റ് ചെയ്യട്ടെ, ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതുവരത്തേക്ക് നമുക്ക് ഗ്രീൻ ചട്നി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സേവ്, രത്ലാമി സേവ്, നിങ്ങൾക്ക് ഏതാ സേവ് കിട്ടുന്നത് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഒരു 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 1 കപ്പ് നമുക്ക് മല്ലിയില, പിന്നെ അരമുറി നാരങ്ങ നീര്, ഒരു 3-4 ഐസ് ക്യൂബ്സ്, ഇത്രയും ഇട്ട് നമുക്ക് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. സേവിനകത്ത് ഓൾറെഡി ഉപ്പ് ഉള്ളതാണല്ലോ. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഒരു സൈഡിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് ഒരു കടായിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം ചൂടാവാനായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കണം, മസ്റ്റ് അത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ട് തോന്നും. ഇതാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ എത്ര നേരം നിങ്ങൾ രാവിലെ ഉണ്ടായിട്ട് വൈകുന്നേരം കഴിച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട്, ഉപ്പ് എല്ലാവരുടെ ടേസ്റ്റ് അനുസരിച്ച് പറഞ്ഞു കൂട്ട് അതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ സ്റ്റീമറൊക്കെ റെഡിയായി പ്ലേറ്റൊക്കെ ഗ്രീസ് ചെയ്ത് ഓയിലും കൊണ്ട് വെച്ചതിന് ശേഷം വേണം ഇതിനകത്ത് ഈനോ ആഡ് ചെയ്ത് കൊടുക്കാൻ. 2 ടീസ്പൂൺ ഞാൻ ഈനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈനോ ഇല്ലെങ്കിൽ അതിൻ്റെ പകരം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈനോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം നേരം വെക്കാൻ പാടില്ല, അന്നേരം നമുക്ക് വേണം സ്റ്റീം ചെയ്യാനായിട്ട്. അപ്പോൾ 2 പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ 2 പാത്രത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയും കൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതായിട്ടുണ്ടെന്നാൽ ഇനി നമുക്ക് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടോടെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം പൊടിഞ്ഞ് പോകും കേട്ടോ, അത്രയും സോഫ്റ്റ് ആയത്. അപ്പോൾ നന്നായിട്ട് റൂം ടെമ്പറേച്ചർ വന്നതിന് ശേഷം നമുക്കൊരു കടുക് താളിച്ച് കുറച്ചകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആണ് 2 ടേബിൾ സ്പൂൺ തടുക്കാപ്പം അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനിയാണെങ്കിൽ തടുക്കാൻ നമുക്കാണെങ്കിൽ നമ്മുടെ ഢോക്ലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തി സ്വീറ്റ് കോൺ ഢോക്ല നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. നല്ല ഹെൽത്തി ഓപ്ഷനാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.